സ്വാഗതം ദ എയ്ഡം റിസാല അപ്ഡേറ്റ് ഇൻട്രാക്ഷൻസിലേക്ക്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കേരളത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും എന്നോണം നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള വലിയ കോൺഫ്ലിക്റ്റ്. ഈ വന്യമൃഗങ്ങൾ മനുഷ്യർ വസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് കടന്നു കയറുന്നു, കൃഷി നശിപ്പിക്കുന്നു, മനുഷ്യരെ തന്നെ ആക്രമിക്കുന്നു, മനുഷ്യരെ കൊല്ലുന്നു. ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ എല്ലാ ദിവസവും ഏതാണ്ട് എന്നുള്ള പോലെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. പലപ്പോഴും മനുഷ്യർ ആക്രമിക്കപ്പെടുമ്പോൾ, മനുഷ്യരുടെ ജീവൻ എടുക്കുമ്പോൾ വലിയ പ്രതിഷേധം ഉയരുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പ്രതിഷേധം ഉയരുമ്പോൾ ഭരണകൂടം ഇടപെടുകയും പെട്ടെന്നൊരു നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ആ നഷ്ടപരിഹാരം അന്ന് തന്നെ വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇത് കേരളത്തിൽ മാത്രം ഉള്ളൊരു സംഗതിയല്ല, കേരളത്തിന് പുറത്തും നമ്മൾ കാണുന്നത്. ഇപ്പോൾ കർണാടകയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പുലി വാഹനം ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ടെലിവിഷൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. കർണാടകത്തിൽ മാത്രമല്ല, അത് മഹാരാഷ്ട്രയിലായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലായാലും ഒക്കെ ഇത്തരം മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ വാർത്തകൾ ദിനേന എന്നോണം പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് വരുമ്പോൾ പോലും ഇതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ള കാര്യത്തിൽ ഭരണകൂടത്തിനോ ഭരണ നേതൃത്വത്തിനോ പ്രത്യേകിച്ച് എന്തെങ്കിലും കാഴ്ചപ്പാടുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഫെൻസിങ് സ്ഥാപിക്കാൻ ഉള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അത്തരം നടപടികളാണ് പൊതുവിൽ ഭരണകൂടം നടത്താറ്. ഈ വന നിയമങ്ങൾ എന്ന് പറയുന്നത് കേന്ദ്രത്തിന് പൂർണ്ണാധികാരമുള്ളതാണ് എന്നും കേന്ദ്ര സർക്കാർ ഇടപെട്ടാൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്നും സംസ്ഥാന സർക്കാരുകൾ പറയുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട്. കേരളത്തിൽ അത് പതിവായി കേൾക്കുന്നതുമാണ്. ഇതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സവിശേഷമായി ശ്രദ്ധിക്കുന്നത് ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരകളായി നിൽക്കുന്ന രാജ്യത്തെ ഗോത്രവർഗ വിഭാഗങ്ങളെക്കുറിച്ചാണ്, അവരുടെ ജീവനെക്കുറിച്ചാണ്, അവർ നേരിടുന്ന വംശനാശ ഭീഷണിയെക്കുറിച്ചാണ്. പൊതുവിൽ ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ വിഷയം വലിയ തോതിൽ ചർച്ചയാകാറുമില്ല. നമുക്കൊപ്പം ഉള്ളത് കർഷകരുടെയും ആദിവാസികളുടെയും ഒക്കെ പ്രശ്നങ്ങൾ മുൻനിർത്തി നിരന്തരം പ്രക്ഷോഭ രംഗത്തുള്ള ആ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന PT ജോണാണ്. സ്വാഗതം ഇൻട്രാക്ഷൻസിലേക്ക്. നമ്മളിത് പറയുമ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മാൻ അനിമൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് നമ്മൾ നിരന്തരം വാർത്തകൾ കേൾക്കാറുണ്ട്. പല ഘട്ടങ്ങളിൽ അതിനെക്കുറിച്ചുള്ള വലിയ പ്രതിഷേധങ്ങൾ പല ഭാഗങ്ങളിൽ, ഇപ്പോൾ വയനാട്ടിലൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടായത് നമ്മൾ കണ്ടു, അതുപോലെ ഇടുക്കിയിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പോലും ഇതൊരു ഗോത്രവർഗങ്ങളെ എങ്ങനെയാണ് ഇത് മുറിവേൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു വംശനാശ ഭീഷണിക്ക് പോലും ഇത് കാരണമാകുന്നുണ്ട്, ആ ലെവലിൽ ഇതൊരിക്കലും ഡിസ്കസ് ചെയ്യപ്പെട്ട് കേട്ടിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, മൊത്തത്തിലെല്ലാവരും ആദിവാസി എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു, ക്രിസ്ത്യൻ, ഇസ്ലാം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു മതമോ ഒരു ജാതിയോ ഒക്കെ ആണെന്നുള്ള രീതിയിൽ ആണ് കാണുന്നത്. യഥാർത്ഥത്തിൽ ആദിവാസി എന്ന് പറയുന്നത് അങ്ങനെ ആദിവാസി എന്ന് പറഞ്ഞ ഒരു സമുദായമേ ഇല്ല. ആദിവാസി ഗോത്രങ്ങൾക്കകത്ത് പരമ്പരാഗതമായ അവരുടെ സാമ്പ്രദായിക നിയമങ്ങളനുസരിച്ച്, അവരുടെ ആചാരാനുഷ്ഠാനങ്ങളനുസരിച്ച് കടന്നു വന്നിട്ടുള്ള, ജീവിച്ചു പോന്നിട്ടുള്ള നിരവധിയായ ഗോത്രങ്ങളാണ്. കേരളത്തിൽ പോലും 36 ഗോത്രങ്ങളുണ്ട്. ഓരോ പ്രദേശത്തും ഉള്ള ആദിവാസി ഗോത്രങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിയമപരമായ എല്ലാ പരിരക്ഷയുണ്ടായാലും, ഭരണഘടനാപരമായ സംരക്ഷണമാണെങ്കിലും, പെസ ആക്ടിലൂടെയുള്ള സ്വയംഭരണാവകാശമാണെങ്കിലും, വനാവകാശ നിയമം അനുസരിച്ചുള്ള വനത്തിൻ്റെ പരമാധികാരവും അതിൻ്റെ എല്ലാ നിയമപരമായ എല്ലാം അവർക്കുണ്ടെങ്കിലും, ദൗർഭാഗ്യവശാൽ നമ്മുടെ ബ്യൂറോക്രസിയും നമ്മുടെ ഭരണ നേതൃത്വവും ഈ അധികാരം എന്ന് പറയുന്നത് ഒരു കാരണവശാലും മുകളിൽ നിന്ന് താഴേക്ക് കൊടുക്കില്ല എന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു നിയമങ്ങളും രാജ്യത്ത് നടപ്പാക്കപ്പെട്ടിട്ടില്ല. കേരളവും പെസ നിയമം പാസ്സാക്കിയാണ്, നടപ്പാക്കിയിട്ടില്ല. വനാവകാശ നിയമം അനുസരിച്ച് ഒരിടത്ത് പോലും കമ്മ്യൂണിറ്റി റൈറ്റ് കൊടുത്തിട്ടില്ല. വനാവകാശ നിയമത്തിന് കമ്മ്യൂണിറ്റി റൈറ്റ് കൊടുക്കില്ല. കമ്മ്യൂണിറ്റി റൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം എന്ത് തരം പ്രതിരോധമാണ് ഉണ്ടാവേണ്ടത്, എങ്ങനെയാണ് വന്യജീവികളുമായിട്ടുള്ള എക്സിസ്റ്റൻസിൽ ജീവിക്കേണ്ടത് എന്നൊക്കെയുള്ളത് അവർക്ക് നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ട്രഡീഷണൽ നോളജും അവരുടെ സ്കില്ലും ഉപയോഗിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ വനത്തിൻ്റെ ഇക്കോസിസ്റ്റം തിരിച്ചു കൊണ്ടുവരാനും, അതുപോലെ തന്നെ വന്യജീവികളുമായിട്ടുള്ള എക്സിസ്റ്റൻസിൻ്റെ വഴികൾ തേടാനും തയ്യാറാവണം എന്ന് നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ
ആദിവാസിയെ പരമപുച്ഛമായിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിനകത്ത് ഒരു നീതിയും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. തുടർച്ചയായി ആദിവാസികൾ വനപ്രദേശങ്ങളിൽ കൊല്ലപ്പെടുന്നത് ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഡാറ്റ കളക്ട് ചെയ്ത് നോക്കിയത്. വനംവകുപ്പിൻ്റെ ഡാറ്റ അനുസരിച്ച് തന്നെ 91% ആളുകൾ ഇന്ത്യയിൽ കൊല്ലപ്പെടുന്നത് ആദിവാസികളോ പ്ലാന്റേഷൻ വർക്കേഴ്സുമാണ്. ഇതിങ്ങനെ വയനാടോ അല്ലെങ്കിൽ കേരളത്തിൽ പൊതുവെ എടുത്തു കഴിഞ്ഞപ്പോൾ തോട്ടം തൊഴിലാളികളോ ഗോത്രവിഭാഗത്തിൽപ്പെട്ടവരോ ആണ് കൂടുതൽ ആക്രമണത്തിന് ഇരയാവുകയോ ജീവൻ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്തത്. അതല്ലാതെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ആറളത്ത് കൊല്ലപ്പെട്ടതിൽ 3 ഫോറസ്റ്റ് വാച്ചേഴ്സ് ഉണ്ട്. നോക്കുമ്പോൾ ആ 3 ഫോറസ്റ്റ് വാച്ചേഴ്സും ആദിവാസികളാണ്. കാട്ടിലാകെ ജോലി ചെയ്യുന്നത് ഈ ഫോറസ്റ്റ് വാച്ചർമാർ മാത്രമാണ്. അല്ലാതെ ഉദ്യോഗസ്ഥന്മാരാരും കാട്ടിൽ പോയി ജോലി ചെയ്യാറില്ല. അവരൊക്കെ വനസംരക്ഷണ സേന എന്ന് പറഞ്ഞിട്ട് നഗരങ്ങളിൽ താമസിക്കുകയും നഗരങ്ങളുടെ ഫ്ലാറ്റിലൊക്കെ താമസിച്ച് കുട്ടികളെയൊക്കെ നല്ല സ്കൂളിലൊക്കെ പഠിപ്പിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ആരെങ്കിലും കൊന്നു എന്നൊരു വാർത്ത ഏതെങ്കിലും ഫോറസ്റ്റ് വാച്ചർ വിളിച്ചു പറയുമ്പോൾ മാത്രമാണ് ഇവർ വണ്ടിയും ചണ്ടയൊക്കെ ആയിട്ട് കാട്ടിലേക്ക് പോകുന്നത്. വനസംരക്ഷണ സേന എന്ന് പറയുന്നത് വനത്തിനകത്ത് അവർ സംരക്ഷണത്തിന് നിൽക്കണ്ടേ? അവർ വനത്തിനകത്ത് ജോലി ചെയ്യാറില്ല. എന്തിനാണ് നഗരങ്ങൾക്കകത്ത് ഇവരുടെ ഓഫീസുകൾ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം? പൊതുജനങ്ങൾക്ക് ഇവരെ കൊണ്ടൊരു സേവനവും ആവശ്യമില്ല. അവർ ജോലി ചെയ്യേണ്ടത് കാട്ടിനകത്താണ്. അവർ പോലീസ് ഫോഴ്സിനെ പോലെ തന്നെ ഒരു ഫോഴ്സാണ്. DGPയുടെ സാലറിയാണ് ചീഫ് ഓഫ് ഫോറസ്റ്റിന് കേരള ഗവൺമെൻറ് കൊടുക്കുന്ന ശമ്പളം. അതേപോലെയാണ് അത് പ്രിൻസിപ്പൽ. അത് വെച്ചിങ്ങോട്ട് താഴെ വരെയുള്ള ആ പാരഫെർനാലിയ 10,000 ആളുകൾ വലിയ ശമ്പളം മേടിച്ചിരിക്കുന്നു. പക്ഷേ ഈ ശമ്പളം മേടിക്കുന്നിരിക്കുന്നവരാരും കാട്ടിൽ ജോലി ചെയ്യുന്നില്ല. 2, എന്തുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങൾ ഇങ്ങനെ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്? ഞാൻ 1960 മുതൽ 70 വരെയുള്ള എൻ്റെ 10 വർഷക്കാലം 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ലേഡി സ്മിത്ത് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റിനകത്തൂടെ 3.5 കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോയിട്ടുള്ള ഒരാളാണ് വയനാട്ടിൽ. ഒരു വന്യമൃഗവും ആക്രമിച്ചിട്ടില്ല. അന്ന് കാട്ടിൽ വന്യമൃഗം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, പക്ഷെ അന്ന് കാടായിരുന്നുണ്ടത്. ആ കാട്ടിൽ വന്യമൃഗങ്ങൾക്ക് തിന്നാൻ ആവശ്യമായ ആഹാരം ഉണ്ടായിരുന്നു, കുടിക്കാൻ ആവശ്യമായ വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മനുഷ്യരെ അവർ ആക്രമിക്കാറുണ്ടായിരുന്നില്ല. ഇന്ന് ആ ലേഡി സ്മിത്ത് ഫോറസ്റ്റ് നിങ്ങൾ പോയി നോക്ക്. ആ ലേഡി സ്മിത്ത് ഫോറസ്റ്റ് നിങ്ങൾ കാണില്ല. അത് മുഴുവൻ യൂക്കാലിപ്സും ഗ്രാൻഡിസ് പ്ലാന്റേഷനുമായി മാറി. ഇതിപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ കാര്യം മാത്രമല്ല. ഞാൻ ഡാറ്റ തന്ന് കേരളത്തിലെ ഏത് വനം വകുപ്പ് ഉദ്യോഗസ്ഥനോടും ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. 4,40,000 ഏക്കർ എവർഗ്രീൻ ഫോറസ്റ്റും മഴക്കാടുകളും റെയിൻ ഫോറസ്റ്റും അതിനപ്പുറത്ത് പുൽമേടുകൾ, വലിയ രീതിയിൽ പുൽമേടുകൾ, ഇത് മുഴുവൻ നശിപ്പിച്ച് ഏകവിളത്തോട്ടങ്ങൾ പ്ലാന്റേഷൻസ് ഉണ്ടാക്കിയത് വനം വകുപ്പാണ്. ഇതിനാരും വേറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വനസംരക്ഷണത്തിന് ചുമതലയേറ്റ വനം വകുപ്പാണ് കേരളത്തിൻ്റെ എവർഗ്രീൻ ഫോറസ്റ്റും റെയിൻ ഫോറസ്റ്റും മുഴുവൻ വെട്ടിവെളിപ്പിച്ച് പ്ലാന്റേഷൻസ് ആക്കിയത്. 1927 വനനിയമം വരുമ്പോൾ ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത്. ബ്രിട്ടീഷുകാരനാ വകുപ്പ് കൊണ്ടുവരുമ്പോഴും നിയമം കൊണ്ടുവരുമ്പോഴും അവൻ്റെ പ്ലാന്റേഷൻസിന് വേണ്ടി തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അവൻ ഈ ഏകവിളത്തോട്ടം അതങ്ങനെ പോയൊരു കാലം. ബ്രിട്ടീഷുകാരൻ പോയി കഴിഞ്ഞാൽ ഇവരുടെ ജോലി എന്തായിരുന്നു? വനം സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നുള്ളതല്ലേ. ഇത്ര മോശമായ രീതിയിൽ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തിയ അങ്ങനെ ആ ഫോറസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ വീഴ്ചകൾ കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ പറയുന്ന സംഘർഷങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ഇവിടെ എവിടെയാണ് സംഘർഷം? ഇവർ വനത്തിൻ്റെ സർവേ എന്ന് പറയുന്നത് അവരൊരിക്കലും പൂർത്തിയാക്കില്ല. അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പിന്നെ പിടിച്ചെടുക്കൽ നടക്കില്ലല്ലോ. ഇതിങ്ങനെ പിടിച്ചെടുത്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. ലെഫ്റ്റ് ഔട്ട് ഫോറസ്റ്റ്, പിന്നെ എക്കോളജിക്കലി ഫ്രജൈൽ ഏരിയ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എക്സ്റ്റെൻഡ് വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കും ഇവർ. യഥാർത്ഥത്തിൽ ഇവരുടെ കയ്യിൽ പണ്ടുണ്ടായിരുന്ന റിസർവ് ഫോറസ്റ്റ് അവർ പരിരക്ഷിക്കുകയും 1971 ഒരു നിയമം അച്യുതമേനോൻ ഗവൺമെൻറ് പാസ്സാക്കിയത് എല്ലാ സ്വകാര്യ മുതലാളികളുടെയും കയ്യിലുണ്ടായിരുന്ന സ്വകാര്യ വനം ഒറ്റ ദിവസം കൊണ്ട് സർക്കാർ വനമായി മാറ്റപ്പെടുകയാണ്. 1971 മെയ് മാസം 1-ാം തീയതി മുതൽ സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ, ദേവസ്വങ്ങളുടെ കയ്യിലായാലും ബ്രഹ്മസ്വങ്ങളുടെ കയ്യിലായാലും സ്വകാര്യ ജന്മിയുടെ കയ്യിലുണ്ടായിരുന്ന സകല വനം 5,10,000 ഹെക്ടർ ഫോറസ്റ്റ് ഒറ്റ രാത്രി നേരം വെളുത്തപ്പോൾ സർക്കാർ ഫോറസ്റ്റായി മാറ്റപ്പെട്ട നാടാണ് നമ്മുടെ നാട്.
അങ്ങനെ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും വലിയ ഒരു ഫോറസ്റ്റ് ബെൽറ്റ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ കിട്ടുമ്പോൾ വെസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ നിക്ഷിപ്തമാക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി ജന്മിക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. ആ നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കാൻ ഈ ബുദ്ധിമാനായ എം.എൻ. ഗോവിന്ദൻ നായർ ഉൾപ്പെടുത്തിയൊരു ക്ലോസായിരുന്നു ഇത് വെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഭൂരഹിതരായ ആദിവാസികൾക്കും ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്കും പതിച്ചു കൊടുക്കാനാണ്. പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ട്. സർക്കാരിൽ നിക്ഷിപ്തമാകുന്ന ഭൂമിയിൽ കൃഷിയോഗ്യമായ ഭൂമി ഇവർക്ക് പതിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. 71 കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി നിൽക്ക്. ഇത്രയും കൊല്ലത്തിനിടയിൽ 1% ഭൂമി കേരളത്തിലെ ഭൂരഹിത ആദിവാസികൾക്കോ ഭൂരഹിത കർഷക തൊഴിലാളിക്കോ സർക്കാർ പതിച്ചു കൊടുത്തിട്ടുണ്ടോ നോക്ക്. പതിച്ചു കൊടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ 71 നിയമം അനുസരിച്ച് അന്ന് തന്നെ ഈ നിക്ഷിപ്തമാക്കപ്പെട്ടതിൻ്റെ പിറ്റേ വർഷം മുതൽ തന്നെ ഈ ഭൂമി ഭൂരഹിതരായ ആദിവാസികൾക്കും ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്കും തോട്ടം തൊഴിലാളി ഉൾപ്പെടെയുള്ളവർക്ക് കൊടുക്കേണ്ടതായിരുന്നു. കൊടുത്തില്ല. ഈ ഏകവിളത്തോട്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കാടിൻ്റെ ഇക്കോസിസ്റ്റം തകർന്നു. അപ്പോൾ ഇക്കോസിസ്റ്റം തകർക്കപ്പെട്ടത് വനം വകുപ്പാണെന്നുള്ള ബോധ്യമാണല്ലോ. ഈ ഇക്കോസിസ്റ്റം തകർക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ അതുങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാണ്ടായി, തിന്നാൻ ആഹാരമില്ലാണ്ടായി. എന്താ ചെയ്യുക? വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന മൃഗങ്ങൾ അതുങ്ങൾക്ക് കാട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല വേറെ വഴിയുണ്ടോ? കർഷകൻ്റെയോ ആദിവാസിയുടെയോ ഭാഗത്ത് നിന്ന് മൃഗങ്ങളെ ആക്രമിക്കാൻ അങ്ങോട്ട് കാട്ടിനകത്തേക്ക് കയറുന്നേ ഇല്ല. പകരം കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൃഗങ്ങളെ അവനവൻ്റെ കൃഷി നശിപ്പിക്കപ്പെടാതിരിക്കാൻ എങ്ങനെയെങ്കിലും പരിരക്ഷിക്കാൻ ഇവൻ ശ്രമിക്കും. ആ ശ്രമത്തിനിടയിലുണ്ടാകുന്ന കൂക്കുംവിളിയും അട്ടഹാസവും ബഹളവും ഒക്കെയാണ് ഈ സംഘർഷം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് സംഘർഷമല്ല, ഇവരായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. ഇവരുടെ റോങ് മാനേജ്മെൻറ്റ്, പിന്നെ തെറ്റായ നയങ്ങൾ, എവിടെയൊക്കെയോ ആരൊക്കെയോ എന്തെങ്കിലും പണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ പണത്തിൻ്റെ പിന്നാലെ പോവും. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോഴും ഈ നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വനം വകുപ്പ് എന്ന് പറയുന്നത് അവർ ഇൻ്റർനാഷണൽ ഫണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ അവരെല്ലാ കാര്യങ്ങളും ആലോചിക്കുള്ളൂ. അത് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ WWFൻ്റെ ഫണ്ട്, ടൈഗർ പ്രോജക്റ്റിൻ്റെ ഫണ്ട്, എലിഫൻറ്റ് കോറിഡോറിൻ്റെ ഫണ്ട്, ഇതിനൊക്കെ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഫണ്ടിങ്, അതിനെ ആശ്രയിച്ച് ഇവർ നയങ്ങളും പരിപാടികളും പ്ലാനുകളും തീരുമാനിക്കും. അത് ഈ മനുഷ്യൻ്റെ ജീവിതത്തിനും വലിയ ദോഷമാകുന്നു എന്നുള്ളതാണ് സത്യം. പുതുതായിട്ട് ഇപ്പോൾ കാർബൺ ക്രെഡിറ്റും കൂടി വന്നതോടുകൂടി, കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ട്രേഡും കൂടി ആയതോടുകൂടി വലിയ കമ്പനികൾ അതിനകത്തുണ്ട്. ആ കമ്പനികളുടെ കൂടി ഇൻവോൾവ്മെൻറ്റിൽ വന്നല്ലോ. കച്ചവടമാണല്ലോ, ട്രേഡാണല്ലോ. അപ്പോൾ ഈ ഗ്രീൻ കവറിൻ്റെ പേരിലും ഒക്കെ ആയിട്ട് വരുന്ന വലിയ ഫണ്ട്, ഈ ഫണ്ടിനോടൊപ്പം തന്നെ വനംവകുപ്പ് എന്ന് പറയുന്നത് അധികാരങ്ങൾ സമ്പൂർണ്ണമായി അവരിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിയമം വെച്ച് ആരെ വേണമെങ്കിലും എന്ത് തരം കേസിലും കൊടുക്കാനും പ്രതിയാക്കാനും സാധിക്കുന്ന. പണ്ട് ഞാൻ ഒരു സ്റ്റഡി നടത്തി, നോൺ വെയിലബിൾ ആണ്. ഈ ആദിവാസികളുടെ ഞാനത് അതിനകത്തേക്ക് സ്പെസിഫിക് ആയി വരിക. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഏതാണ്ട് 90% ഗോത്രവിഭാഗക്കാരോ അല്ലെങ്കിൽ തോട്ടം തൊഴിലാളികളാണ്. കേരളത്തിലെ സിറ്റുവേഷനും ഏതാണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിപ്പോൾ ഈ നമ്മൾ ഒരു എന്താ പറയുക, വംശഹത്യാ ഭീഷണിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത് കുറച്ച് എക്സാജറേഷനാണോ അതോ എക്സാജറേഷൻ അല്ല? ഞാനത് നമ്മൾ ഈ അതിൻ്റെ ഡാറ്റ മനസ്സിലാക്കിയാൽ കേരളത്തിലെ ആദിവാസി ഗോത്ര സമൂഹങ്ങൾ, ഈ ഗോത്ര സമൂഹങ്ങൾ ഒരു 35,000 കുടുംബങ്ങൾ ആണ് ഏറ്റവും ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആ 35,000 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൂടി വന്ന 1,00,000 അംഗങ്ങളിൽ നിന്നും കൂടി കണക്കായിക്കോളൂ അല്ലേ? അതാണ് പണിയ എന്ന് പറയുന്ന ഏറ്റവും ലാർജസ്റ്റ് കമ്പാർട്ട്മെൻ്റ്. അതാണ്. അതിങ്ങോട്ട് കുറഞ്ഞ് പിന്നെ ഇപ്പോൾ കാടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000-ൽ താഴെ 700-750 കുടുംബങ്ങളേ ഉള്ളൂ. പിന്നെ ചാലക്കുടി, ആതിരപ്പള്ളിയും വയനാടും ഒക്കെ കൂടിയായിട്ട് ഇങ്ങനെ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 18 കുടുംബങ്ങൾ മാത്രമുള്ള ഒരു ഗോത്രം. ഇത്തരത്തിൽ ചെറിയ ഗോത്രങ്ങളായി വരുന്നതോടുകൂടി അവരുടെ ഇടയിലുള്ള സിക്കിൾ സെൽ അനീമിയ പ്രോബ്ലം പോലെയുള്ള, അരിവാൾ രോഗം പോലെയുള്ള പ്രതിസന്ധികൾ വേറൊരു തരത്തിൽ നിൽക്കുന്നു.
ഈ ഇൻഡസ്ട്രിയലൈസേഷൻ പ്രോസസ്സ് നടന്നതോടുകൂടി തൊഴിലില്ലായ്മ വല്ലാതെ വർദ്ധിച്ചു. നെൽകൃഷിയുടെ പണിക്കാരായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. നെൽകൃഷിയിലൊന്നും ഇന്ന് അവർക്കൊരു ജോലിയും ചെയ്യാനില്ലാത്ത തരത്തിലേക്ക് മെക്കനൈസേഷൻ, അതായത് വിതയ്ക്കുന്നത് മുതൽ കൊയ്യുന്നത് വരെയുള്ള മേഖലകളിലെല്ലാം യന്ത്രവൽക്കരണമായി. അതോടുകൂടി ഇവർക്ക് പണിയില്ലാണ്ടാവുകയാണ്. ഇതൊന്നും ആരുടെയും വിഷയമല്ല. ഇങ്ങനെ പിന്നെ ഈ തൊഴിലുറപ്പ് പണിയും കൂടി ഇല്ലെങ്കിൽ അതുങ്ങൾ പിന്നെ പണ്ട് കെ ജയേന്ദ്രൻ എഴുതിയ ഒരു ലേഖനം ഉണ്ടായിരുന്നു, തോലൻ പട്ടിണി കിടന്ന് മരിച്ചു എന്ന പോലെ ഉള്ള വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരും. ഈ തൊഴിലുറപ്പ് പദ്ധതിയും ഈ സൗജന്യ അരിയും കൊടുക്കുന്നുണ്ടായിരുന്നില്ലെങ്കിൽ തുടർച്ചയായ പിന്നെ പട്ടിണി മരണങ്ങളുടെ കഥകൾ നമുക്ക് കേൾക്കേണ്ടി വരുമായിരുന്നു. ഇതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ അതിനെ ആ രീതിയിൽ കാണാനേ തയ്യാറാവുന്നില്ല. അത് ഗോത്രവർഗ വകുപ്പും തയ്യാറാവുന്നില്ല, വനം വകുപ്പും തയ്യാറാവുന്നില്ല. ഞാനതുകൊണ്ട് കാണുന്നത് ഇത് മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകളെ കൊല്ലപ്പെടുന്നത് പോലെ അല്ല ഗോത്ര സമൂഹത്തിൽപ്പെട്ട ആളുകളെ കൊല്ലപ്പെടുന്നത് കാണേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ആർഗ്യുമെൻറ്റ്. ഇതിപ്പോൾ താരതമ്യേന അംഗബലം കുറഞ്ഞ, ഇപ്പോൾ ഫാമിലിയുടെ എണ്ണം കുറഞ്ഞൊരു ഗോത്രമാണ് കൂടുതൽ, അല്ലെങ്കിൽ അതിൽപ്പെട്ട ആളുകളാണ് കൂടുതൽ ഇതിന് വിധേയരാകുന്നത് എങ്കിൽ അതിൻ്റെ എണ്ണം ക്രമാതീതമായിട്ട് ഇങ്ങനെ കാടർ എന്ന് പറഞ്ഞപ്പോൾ ആതിരപ്പള്ളിയിൽ ഈ വർഷം ആതിരപ്പള്ളിയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് 8 പേരാണ്. കാടർ എന്ന് പറയുന്ന സമുദായത്തിൽപ്പെട്ട 8 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ തന്നെ കണ്ടതിനെ. ഇത് വന്യമൃഗ ആക്രമണം കുറയാൻ പോകുന്നില്ല, കൂടുകയുള്ളൂ. പോളിസി എങ്ങനെയാണ്? വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ ഒരു ഭേദഗതിക്കും ഞങ്ങൾ തയ്യാറില്ല എന്ന് ഭരണകൂടം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനങ്ങളും ഇതിപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ വിഷയമല്ല. അപ്പം ഞങ്ങൾ വയനാട്ടിലെ ആദിവാസി ഊര് മൂപ്പൻസ് കൗൺസിൽ ഈ ജൂലൈ 22-ാം തീയതി ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വെച്ച് ഒരു പൊതുവിചാരണ, ഒരു പബ്ലിക് ഹിയറിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പബ്ലിക് ഹിയറിങ്ങിൽ നമ്മൾ പെർമനൻറ്റ് സൊല്യൂഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു പബ്ലിക് ഹിയറിംഗ് ആണ്. അപ്പോൾ 17 സ്റ്റേറ്റുകൾ ആ പബ്ലിക് ഹിയറിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളും ഒറീസയും ആസാമും ഉൾപ്പെടെ 17 സംസ്ഥാനങ്ങൾ ആ പബ്ലിക് ഹിയറിങ്ങിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. നമ്മളെക്കാളൊക്കെ വളരെ വളരെ ദയനീയമായ അവസ്ഥയിലാണ് ആസാമിലെയും വെസ്റ്റ് ബംഗാളിലെയും ഒക്കെ വന അതിർത്തികളിൽ താമസിക്കുന്ന മനുഷ്യരുടെ ജീവിതം. അത് ആദിവാസിയായാലും തോട്ടം തൊഴിലാളിയായാലും ജീവിച്ചു പോകാൻ ഒരു തരത്തിലും സാധ്യമല്ല എന്നുള്ള സ്ഥിതിയിലെത്തുകയാണ്. റിപ്പോർട്ടിങ്ങും ഇല്ല. യു പിയിൽ യു വോണ്ട് ബിലീവ് പിലിഭത്ത് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസി, പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി, വരുൺ ഗാന്ധി മനേക ഗാന്ധിയൊക്കെ മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്നതിൻ്റെ പേരിൽ പ്രശസ്തമായി എന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് ജവഹർലാൽ നെഹ്റു മത്സരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ജൂലൈ മാസത്തിൽ 7 പേരെ കൊന്നിട്ടുണ്ട്. ജൂലൈ മാസത്തിൽ ബിജ്നോർ എന്ന് പറഞ്ഞൊരു ജില്ല, ഉത്തരാഖണ്ഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ജില്ലയാണ്. കരിമ്പ് തോട്ടങ്ങളുടെ ഒരു മേഖലയാണ്. ലെപ്പേർഡ്സ് 30 ആളുകളെയാണ് ഏപ്രിൽ മാസത്തിൽ കൊന്നത്. 30 ആളുകളെ. ഇതൊന്നും എൻ്റെ കണക്കല്ല, വനം വകുപ്പിൻ്റെ ഡാറ്റയാണ് ഞാനീ പറയണേ. ആ തരത്തിലാണ് യു പി പോലത്തെ സംസ്ഥാനത്ത് പോലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും പറയുന്ന കണക്കിൽ അതിലും ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ ദളിതകളോ. പിന്നെ ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ കൊല്ലപ്പെടുന്നതിൽ ഞാൻ ഗുജ്ജറാണ്. ആ ഗുജ്ജർ എന്ന് പറയുന്നത് ഹിൽ ഗുജ്ജേഴ്സ് എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ മലപുലയന്മാർ എന്നൊക്കെ പറയുന്ന മാതിരി അവർ ഗുജ്ജർ എന്നാണ് അവരുടെ എങ്കിലും, പക്ഷേ അത് ആദിവാസി ഗോത്രമാണ്. ഇത് എല്ലായിടത്താണെങ്കിലും വനവുമായി ബന്ധപ്പെട്ട മേഖലകളിലുള്ള മനുഷ്യർ മുഴുവൻ ആദിവാസി ഗോത്രങ്ങളിൽ നിന്നുള്ളവരാണ്. ജാർഖണ്ഡ് എടുക്കുക, ഛത്തീസ്ഗഡ്, എവിടെയും. അപ്പോൾ ഇത്തരം മനുഷ്യരെക്കുറിച്ച് നമ്മുടെ ഭരണകൂടങ്ങൾക്ക് ഒരു തരം പരിഗണനയും ഇല്ലാതാവുന്നു എന്ന് പറയുന്നത് വലിയ സങ്കടകരമായ ഒരു കാര്യമല്ലേ. അപ്പം ഇത് ഒരു സ്ഥലത്തെ പ്രശ്നമല്ല, ഒരു സമുദായത്തിൻ്റെ പ്രശ്നമല്ല. ഞാനിതിൽ പറയണതെന്ന് വെച്ചാൽ 1972 വന്യജീവി സംരക്ഷണ നിയമം പാസ്സാക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ IUCNൻ്റെ ആവശ്യമായിരുന്നു. IUCN വളരെ ഗൗരവമായി ചർച്ച ചെയ്തെടുത്താണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന, അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ജന്തുജീവിജാലങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഓരോ ഭരണകൂടവും ഏറ്റെടുക്കണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇവിടെയും ആ നിയമം പാസ്സാക്കുന്നത്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ
വന്യജീവി സംരക്ഷണത്തിന് വലിയ പ്രയോറിറ്റി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളാരും അന്നും ഇന്നും വന്യജീവി സംരക്ഷണത്തിനെതിരല്ല. പക്ഷെ വന്യജീവി സംരക്ഷണത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് ശാസ്ത്രീയമായി നടക്കണം. അതിന് കള്ളിയപ്പെടേണ്ടത് കള്ളിയണം. ഇപ്പം ഹിമാചൽ പ്രദേശിൽ പിന്നെ കുരങ്ങിനെ കൊല്ലാൻ ഉത്തരവ് കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്. ഒറ്റ കാരണമേ ഉള്ളൂ, കുരങ്ങുകളുടെ ശല്യം കാരണം ആപ്പിൾ പഴങ്ങൾ മാത്രമല്ല ആപ്പിൾ ചെടികൾ പോലും ഇത് പറിച്ച് നശിപ്പിക്കുന്നു എന്ന് വന്നപ്പോൾ ആ സ്റ്റേറ്റിൻ്റെ എക്കോണമിയെ ബാധിക്കുകയാണ്. സ്റ്റേറ്റിൻ്റെ എക്കോണമിയെ ബാധിച്ചപ്പോൾ അവർ കൊല്ലാൻ നിയമം പാസാക്കി. അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളും ഇതിപ്പോൾ കേന്ദ്രത്തിൻ്റെ മാത്രം അധികാരം എന്ന് പറഞ്ഞിരിക്കുന്നതിൽ അർത്ഥമില്ല. കൺകറൻറ്റ് ലിസ്റ്റിലാണ് ഇത് കിടക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിന് ഈ യുക്തമായ തീരുമാനം എടുത്ത് നടപ്പാക്കാം. പക്ഷേ അതെടുത്ത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയുള്ള നേതൃത്വം ഉണ്ടാവണം. അതില്ലാത്തത് കൊണ്ടാണ് ഈ ബ്യൂറോക്രസി പറയുന്നതിനനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അല്ല എങ്കിൽ ഇവിടെ ഈ ഗോത്ര സമൂഹങ്ങളുടെ മാത്രം എടുക്കുക. ആ ഒറ്റ കാരണം വെച്ചിട്ട് ആറളത്ത് എന്നൊക്കെ പറയുന്നത് ആദിവാസിയുടെ അവകാശം ചെറിയ അവകാശമല്ല. ആദിവാസി സപ്ലാനിലെ ആദിവാസിയുടെ ഫണ്ട് ഉപയോഗിച്ച് ആ ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് വിലക്കെടുത്തതാണ് 3060 ഹെക്ടർ സ്ഥലം ആറളത്ത് ആദിവാസികളെ കുടിയിരുത്താൻ. അത് അവൻ്റെ ഭൂമിയല്ലേ. ആ കുടിയിരുത്താൻ ഭൂമി എടുത്തതിന് ശേഷം അതേ സ്ഥലത്ത് വനം വകുപ്പ് കൊണ്ടുപോയിട്ട് വന്യജീവി കേന്ദ്രം ഉണ്ടാക്കി, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ടാക്കി. ആ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ഇന്ന് ഈ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്ത് നിങ്ങൾ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നു, ആ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നിടത്ത് അവരെ കൊന്നൊടുക്കാനായിട്ട് നിങ്ങൾ ഈ പിന്നെ വന്യജീവി എന്നാൽ നിങ്ങൾ വന്യജീവി സങ്കേതം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വന്യജീവികളെ സംരക്ഷിക്കാനുള്ള പദ്ധതി നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ. ഇത് 100 ആനയ്ക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിങ്ങൾ 400 ആനകളെ ജീവിക്കണം എന്ന് തീരുമാനിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തമാണ് സംഭവിക്കുന്നത്. അത് കടുവയായാലും ഏതാണെങ്കിലും നിങ്ങൾക്ക് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞ സംഗതിയില്ലേ. ആ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് വരുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അതാണ് ഞാൻ പറയുന്നത്. അതായത് ആഴത്തിലുള്ള ചർച്ച ഒരുപക്ഷെ ഇവിടെ നടക്കുന്നുണ്ട്. കാരണം വലിയ തോതിൽ കൃഷിഭൂമി നശിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ചും വന്യമൃഗങ്ങൾ അതിക്രമിച്ച് കയറി ആളെ കൊല്ലുന്നതിനെക്കുറിച്ചും ഒക്കെ വലിയ ചർച്ചകൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ആ ചർച്ചകളിൽ ഈ ഒരു പാർട്ട്, അതായത് അതിൽ ഭൂരിഭാഗവും ഗോത്ര സമുദായത്തിൽപ്പെട്ട ആളുകളാണ്, അല്ലെങ്കിൽ ഗോത്ര വിഭാഗക്കാരാണ് ഈ മരിച്ചു പോകുന്നതിൽ ഭൂരിഭാഗവും, അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നതിൽ ഭൂരിഭാഗവും, അവരുടെ വിഭവങ്ങൾ കൂടി നശിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ വലിയ തോതിൽ ഫോക്കസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതെന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ചാൽ കേരളത്തിൽ ഇതേക്കുറിച്ചൊക്കെ സവിശേഷമായ വലിയ അവകാശങ്ങളൊക്കെ, ആദിവാസികളുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ ഭൂമിയിലുള്ള അവകാശങ്ങളെക്കുറിച്ചൊക്കെ വലിയ ഡിബേറ്റുകളൊക്കെ മുൻകാലത്ത് നടന്നിരുന്നൊരു സ്ഥലമാണല്ലോ. ഒന്നും ഇതിനെക്കുറിച്ച് ആ ആഴത്തിൽ അങ്ങനെ അറിയാനോ മനസ്സിലാക്കാൻ ആളുകൾ തയ്യാറാകുന്നില്ല. നമ്മുടെ തന്നെ അനുഭവം പറയാം. ഇപ്പോൾ ഈ ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിലെ ഈ പീപ്പിൾസ് ഹിയറിംഗ് നടത്തിക്കഴിഞ്ഞിട്ട് അപ്പോൾ അതിൽ 2 പ്രധാനപ്പെട്ട ആളുകൾ, ഒന്ന് അഗ്രികൾച്ചറിൻ്റെ പാർലമെൻ്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ചെയർമാൻ വന്നിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിൻ്റെ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആദിവാസികൾ സമൂഹത്തെ ഇങ്ങനെ ഇത് ബാധിക്കുന്നുവെന്നും അവരുടെ കൃഷി അവരുടെ ജീവിതവും ഇത്തരത്തിൽ ബുദ്ധിമുട്ടാകുന്നു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ അറിവാണത്. അവർക്കറിയില്ല. ഞങ്ങളിത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിൻ്റെ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെയും അതിനുശേഷം ലേബറിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെയും കാണാറുണ്ട്. ഈ 4 പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരോട് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. ഇത് വനം വകുപ്പിൻ്റെ ഉത്തരവാദിത്തം മാത്രമല്ല, ആദിവാസി സമൂഹത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കണം. ഇതിനകത്ത് ദളിത് ആദിവാസി തൊഴിലാളികളാണ് കൊല്ലപ്പെടുന്നത്, ജോലിയെടുത്ത് ജീവിക്കുന്ന തൊഴിലാളി. അതുകൊണ്ട് തന്നെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഇങ്ങനെ ഈ 4 മിനിസ്ട്രി ഓഫ് പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ശക്തമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുകളിൽ സമ്മർദ്ദം നടത്തിക്കൊണ്ട് മനുഷ്യരുടെ ജീവനാണ്, ജീവിച്ചു കഴിഞ്ഞിട്ടല്ലേ ബാക്കിയെല്ലാം ഉള്ളൂ, ജീവനാണ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ജീവൻ സംരക്ഷിക്കുന്നതിന് ഉള്ള നടപടി ആണ് ആദ്യം ഉണ്ടാവേണ്ടത്. അത് കഴിഞ്ഞിട്ട് സ്വത്തും ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറയും. നെക്സ്റ്റ് അടുത്ത പാർലമെൻറ്റ് സെഷൻ, ഇപ്പോൾ വിൻ്റർ പാർലമെൻറ്റ് സെഷനാണ് വരിക, നവംബറിൽ മറ്റായിരിക്കും. ആ നവംബറിൽ നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് സെഷൻ്റെ സമയത്ത് ഇന്ത്യയിലെ 17 സംസ്ഥാനങ്ങളിലും കൊല്ലപ്പെട്ട ആളുകളുടെ ഫോട്ടോസ്
കൊല്ലപ്പെടുന്നവരെക്കാളും അതിഭീകരമായ അവസ്ഥയാണ് എൻ്റെ രാജീവേ. പരിക്കേറ്റ് ജീവിക്കേണ്ടി വരുന്ന അയ്യോ, മനുഷ്യരുടെ അവസ്ഥ. ബെഡ്രിഡനായി കിടക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയുണ്ടല്ലോ, ചിന്തിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. പിന്നെ ഒരു ചില്ലറ പൈസയാണ് നഷ്ടപരിഹാരം എന്ന് പറയുന്നത്. നഷ്ടപരിഹാരത്തിന് നിയമമില്ല. നിങ്ങൾക്ക് തരുന്നത് മേടിക്കുക എന്നല്ലാതെ എനിക്ക് എൻ്റെ അർഹതപ്പെട്ട അവകാശമാണ് നഷ്ടപരിഹാരം എന്ന് പറഞ്ഞ് ചോദിക്കാൻ ഒരു നിയമം ഈ രാജ്യത്ത് ഇന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ. ഞങ്ങളിപ്പോൾ ഇതിനകത്തൊരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെൻ്റെ ക്ലെയിമായി മാറണം. ഇപ്പോൾ MSCT മോട്ടോറൈസ് ക്ലെയിം പോകുന്നത് പോലെ ഇതിനൊരു ട്രിബ്യൂണൽ ഉണ്ടാവണം. ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചാൽ, അത് ആയുസ് നഷ്ടപ്പെട്ടാലും അല്ലെ പിന്നെ ജീവൻ നഷ്ടപ്പെട്ടാലും പരിക്ക് പറ്റിയാലും എന്ത് നഷ്ടപ്പെട്ടാലും അതിന് ക്ലെയിം ഫയൽ ചെയ്ത് ആ ക്ലെയിമിന് അനുസരിച്ചുള്ള അവാർഡ് കിട്ടി അതിൻ്റെ കോമ്പൻസേഷൻ കിട്ടാനുള്ള നിയമം ഇന്ത്യ പാസ്സാക്കണം എന്ന തരത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശക്തിയായി അവർ എതിർക്കും. പക്ഷേ ഞങ്ങൾ വിൻ്റർ സെഷനിൽ ആ ബില്ല് പാർലമെൻറ്റിൽ പൈലറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവൃത്തികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. പാർലമെൻറ്റ് അത് പാസ്സാക്കി തരുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് ഈ പ്രതിസന്ധി നേരിടുന്ന പാർലമെൻറ്റ് MPമാരുടെ ലിസ്റ്റ് നമ്മളെടുത്തു. ആ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ 148 MPമാർ BJPക്കാരായിട്ടുള്ള ആളുകൾ ഇതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതിപ്പം കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളുടെ മാത്രമല്ലാതെ 148 MPമാർ കർണാടക മുതൽ അങ്ങോട്ടുള്ള ഓരോ സ്റ്റേറ്റിലും നമ്മളെടുത്തു ഇതേ പ്രതിസന്ധി ഫേസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെല്ലാവരെയും ഞങ്ങളൊന്ന് ലോബി ചെയ്ത് ഈ നിയമം പാസ്സാക്കിയെടുക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് പ്രഷറൈസ് ചെയ്യണം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ ഗോത്ര സമുദായത്തിൻ്റെ കാര്യം നമ്മൾ സവിശേഷമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഗോത്രവിഭാഗക്കാർ വനഭൂമിയോട് ചേർന്നിട്ടാണ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ജീവിച്ചു വരുന്നത്. എല്ലായിടത്തും അല്ല ഞാൻ പറയുന്നത്, മിക്കവാറും അവർക്ക് വേണ്ടി സവിശേഷമായിട്ട് വനാവകാശ നിയമം പാസ്സാക്കപ്പെട്ടിട്ടുണ്ട് 2006. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവിൽ വനവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, വനഭൂമിയിൽ അവകാശമുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അതിലൊരു കോൺഫ്ലിക്റ്റ് വരുമോ? കാരണം വെച്ച് കഴിഞ്ഞാൽ വനഭൂമി എന്ന് പറയുമ്പോൾ അത് വന്യമൃഗങ്ങളുമായിട്ട് കൂടെ അവകാശപ്പെട്ടവരാണല്ലോ. അപ്പോൾ അത് പങ്കിടുന്ന ആളുകൾക്ക് ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണല്ലോ. ആ ഒരു കോൺഫ്ലിക്റ്റ് അതിൽ വരും. അത് ഈ വനാവകാശ നിയമം അനുസരിച്ച് ഒന്ന് ഫോറസ്റ്റ് റൈറ്റ് അവരിലേക്ക് പോയില്ല ഇതുവരെ. അത് ബ്യൂറോക്രസി ഇതുവരെ സമ്മതിച്ചിട്ടില്ല. പാസ്സാക്കിയിട്ടേ ഉള്ളൂ. അവർ അഫിഡവിറ്റ് കൊടുത്തു, സുപ്രീം കോടതിയിൽ അവർ അഫിഡവിറ്റ് കൊടുത്തു. വനാവകാശ നിയമം പാസ്സാക്കിയത് കൊണ്ടാണ് കാടിൻ്റെ ഇക്കോസിസ്റ്റം തകർന്നത് എന്ന് ഇവർ അഫിഡവിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാലോ. അവർ ചെയ്ത അന്യായങ്ങളെക്കുറിച്ച് മുഴുവൻ മറച്ചു വെക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, യഥാർത്ഥത്തിൽ കാട് നശിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം വന്യജീവി വകുപ്പിന് മാത്രമാണ്. ഒരാദിവാസിയും ഇന്നേ വരെ ഒരു കാട് നശിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് അനുസരിച്ച് കമ്മ്യൂണിറ്റി റൈറ്റ് കൊടുത്താൽ പോലും ആ കമ്മ്യൂണിറ്റി ആ കാടിനെ പരിപാലിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചും അവർ ആലോചിക്കുള്ളൂ. കാരണം അവർക്ക് നശിപ്പിക്കാൻ പറ്റില്ല. അവരങ്ങനെ ജീവിച്ചിട്ടുള്ളൂ, അവരങ്ങനെ ജീവിക്കുകയുള്ളൂ. പക്ഷേ ഇവർ ഇതെന്താ വിഷയം വെച്ചാൽ, വനാവകാശ നിയമം നടപ്പാക്കിയാൽ അധികാരം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്നും ഈ ഗ്രാമസഭയുടെ കയ്യിലേക്ക് കിട്ടും. ഗ്രാമസഭയുടെ തീരുമാനങ്ങൾ എന്തോ ആ തീരുമാനം സുപ്രീം കോടതിക്ക് പോലും ചലഞ്ച് ചെയ്യാൻ അധികാരമില്ല, ചോദ്യം ചെയ്യാൻ അധികാരമില്ല. ആ തീരുമാനം എന്തോ അത് നടപ്പാക്കാൻ ചുമതലപ്പെട്ടവനാണ് ഉദ്യോഗസ്ഥൻ. ഇന്ന് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇവിടെ ആദിവാസിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാളെ ആദിവാസിയുടെ ഊരുസഭ അല്ലെങ്കിൽ ഗ്രാമസഭ തീരുമാനിക്കുന്ന തീരുമാനം നടപ്പാക്കാൻ ഉദ്യോഗസ്ഥൻ നിർബന്ധിതനാവും. അതവൻ സമ്മതിക്കില്ല. ഇതാണ് ഇവിടെ ഇതിൻ്റെ കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റുമുട്ടൽ ഇതാണ്. അതുകൊണ്ടാണ് ഗ്രാമസഭകൾ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് ഊരംഗീകരിക്കണ്ടേ, കമ്മ്യൂണിറ്റി റൈറ്റ് കൊടുക്കില്ല, നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ റൈറ്റ് തരും. 10 സെൻറ്റ് സ്ഥലമോ 1/2 ഏക്കർ സ്ഥലമോ 1 ഏക്കർ സ്ഥലമോ നീ 75 കൊല്ലം നിൻ്റെ അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ കുടുംബമൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ് എന്ന് നീ ബോധ്യപ്പെടുത്തുന്നതോടുകൂടി ആ സ്ഥലം തരുന്നു. നേരെ മറിച്ച് നിങ്ങൾ ആ സമൂഹം ജീവിച്ചിരുന്നതാണ്. ആദിവാസി ഒരിടത്തും 1/2 ഏക്കറോ 1 ഏക്കറായിട്ട് അവൻ ജീവിച്ചിട്ടില്ല. അവർ ജീവിച്ചിട്ടുള്ളത് സമൂഹമായിട്ട്, പിന്നെ വനവും വന്യജീവികളുമായി ഒത്തൊരുമിച്ച് ജീവിച്ചിട്ടുള്ളവരാണ്. അവർക്കൊരു ഏറ്റുമുട്ടലിൻ്റെ പ്രശ്നമില്ല. പക്ഷേ ഈ അധികാര കൈമാറ്റം എന്ന് പറയുന്ന സാധനം ഇതിനകത്തുണ്ടായി എന്നുള്ളത് കൊണ്ട് ബ്യൂറോക്രസി ഒരു കാരണവശാലും അത് അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് പോലും ഇത്രയും കാലമായിട്ട്
ഒരിടത്ത് പോലും കമ്മ്യൂണിറ്റി റൈറ്റ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മനോഭാവം എന്താണെന്നറിയില്ലേ? ഇത് മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. ഒരുതരം സാഡിസ്റ്റ് മനോഭാവം നിലനിൽക്കുകയാണ് ഈ വനം വകുപ്പിന്. വനാവകാശ നിയമപ്രകാരമുള്ള അധികാരാവകാശങ്ങൾ ഗോത്ര സമൂഹങ്ങൾക്ക് കൊടുക്കുകയും കമ്മ്യൂണിറ്റി റൈറ്റ് കൊടുക്കുകയും പെസ നിയമപ്രകാരമുള്ള സ്വയം ഭരണാവകാശം കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കുറച്ചുകൂടെ നിയന്ത്രണ കുറച്ചുകൂടിയല്ല, അത് മാത്രമാണ് സൊല്യൂഷൻ. ഇവരുടെ ട്രഡീഷണൽ സ്കില്ലിനെയും ഇവരുടെ പരമ്പരാഗത അറിവുകളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വനാവകാശ നിയമം അംഗീകരിക്കവെച്ച് കമ്മ്യൂണിറ്റി റൈറ്റ് കൊടുത്തുകൊണ്ട് വനത്തെയും വന്യജീവിയെയും കോ എക്സിസ്റ്റൻസോടുകൂടി പോകാൻ പറ്റുന്ന മെക്കാനിസം രൂപപ്പെടുത്തിയെടുക്കലല്ലാതെ ഈ ഒരു IFSകാരനും ഏത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും വിചാരിച്ചാൽ പരിഹരിക്കാവുന്നതല്ല ഈ പ്രതിസന്ധി. രണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരിയിങ് കപ്പാസിറ്റി വളരെ പ്രധാനമാണ്. നഷ്ടപ്പെട്ടു പോയ ഇക്കോസിസ്റ്റം ഞാൻ ഒറ്റ സാധനം, കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നമ്മൾ കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുക? വനം വികസിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കോർപ്പറേഷൻ അല്ലേ? ചെയ്തത് മുഴുവൻ എടുത്ത് നോക്കിക്കോ. ത്രൂ ഔട്ട് എവർഗ്രീൻ ഫോറസ്റ്റ്, എമ്മാതിരി എവർഗ്രീൻ ഫോറസ്റ്റ്, അത് മുഴുവൻ വെട്ടി വെളുപ്പിച്ച് അവർ പ്ലാന്റേഷൻസ് ഉണ്ടാക്കി. ആ പ്ലാന്റേഷൻസ് ഉണ്ടാക്കുമ്പോൾ അവർ പറഞ്ഞ ന്യായം എന്താണ്? ആദിവാസികളായിട്ടുള്ള ആളുകൾക്ക് തൊഴിലില്ലാതെ അവർക്ക് തൊഴിൽ കൊടുക്കാനാണ്. ഈ KFDC ഇപ്പോൾ ഈ മരിയനാട് ഭൂസമരം നടക്കുന്നുണ്ട്. ആ മരിയനാട് ഭൂസമരം നടക്കുന്നിടത്ത് ഒറ്റ ആദിവാസി ജോലിക്ക് ഉണ്ടായിട്ടില്ല KFDCയിൽ. ഇന്ന് അവരവരുടെ അവകാശവാദം ഉന്നയിച്ച് ആ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുക. 4.5 കൊല്ലമായിട്ട് അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഈ ഭൂമി ഞങ്ങളുടേതാണ്. നിങ്ങൾ പ്ലാന്റേഷൻ ഉണ്ടാക്കി, നിങ്ങൾ കുറേ ആളുകളെ എവിടുന്ന് കൊണ്ട് ജോലിക്ക് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ നിയമം പാസ്സാക്കിയപ്പോൾ ഈ നിയമം അനുസരിച്ച് ഈ ഭൂമി ഞങ്ങൾ ക്ലെയിം ചെയ്യുന്നു, ഞങ്ങളുടെ ഭൂമിയാണിത് എന്ന് പറഞ്ഞാൽ അവർ സമരം ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ആ ഭൂമി വിതരണത്തിൻ്റെ സ്റ്റേജിലേക്ക് എത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത്, കാണിക്കുന്ന അന്യായത്തിന്, മര്യാദകേടിന്, ശുദ്ധമായ മര്യാദകേടെന്നല്ലാതെ ഒന്നും പറയാനില്ല. നിയമമില്ലെങ്കിൽ തിരക്കിടില്ല. എല്ലാത്തരം നിയമത്തിൻ്റെയും പരിരക്ഷ ഉണ്ടായിട്ടും ഇങ്ങനെ കിടന്ന് പുഴുക്കളെപ്പോലെ ജീവച്ഛവങ്ങളായിട്ട് കഴിയേണ്ടി വരുന്ന ദുരവസ്ഥ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കേരളത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെങ്കിലും മിനിമം ഈ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകൾ, പരിക്കേറ്റ് ചികിത്സയിലുള്ള ആളുകൾ, അതിൽ തന്നെ എന്താ പറയുക ബെഡ്രിഡനായിട്ടുള്ള ആളുകൾ, ഇതിൻ്റെ ഒരു കണക്ക് സർക്കാർ പ്രസിദ്ധീകരിക്കേണ്ടതല്ല. അതിൽ തന്നെ എത്ര പേരാണ് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടത്, എത്ര പേരാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഇതിൻ്റെ ഒരു കണക്ക് സർക്കാർ പ്രസിദ്ധീകരിക്കേണ്ടതല്ല. ഇത് നാട്ടുകാർക്ക് മനസ്സിലാകേണ്ടതല്ല. കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ചോദിച്ചിട്ടൊന്നും കണക്ക് തരാതെ ഞങ്ങൾ 3 കാര്യങ്ങളാണ് ചോദിച്ചത്. കൊല്ലപ്പെട്ടവർ, പരിക്ക് പറ്റിയവർ, നശിപ്പിക്കപ്പെട്ട കൃഷിയുടെ കണക്ക്. ഇതും അതിന് സർക്കാർ നൽകിയ നഷ്ടപരിഹാരത്തിൻ്റെ കണക്കും. ഇത് ഞങ്ങൾ ചോദിച്ചിട്ടൊന്നും മറുപടി കിട്ടാതിരുന്നിട്ട് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഒരു ചോദ്യം നിയമസഭയിൽ ചോദിപ്പിച്ചിട്ടുണ്ട്. ആ അടുത്ത നിയമസഭയിലെങ്കിലും അതിന് മറുപടി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ കിട്ടിയിട്ടില്ല. കഴിയുന്നത്ര ഇതൊന്നും കൊടുക്കാതിരിക്കുക എന്നുള്ള മനോഭാവമാണ് അവർ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അൺഒഫീഷ്യലായിട്ട് ഞങ്ങളുടെ നെറ്റ്വർക്ക് വഴി ഈ 17 സംസ്ഥാനങ്ങളിലും ബെഡ്രിഡനായി കിടക്കുന്ന ആളുകളെക്കുറിച്ചുള്ള ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ അവിശ്വസനീയ 57,345 ആളുകൾ കിടക്കയിൽ നിന്ന് എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത തരത്തിൽ കിടക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു കർഷക സംഘടനകളുടെ ഒക്കെ ആയിട്ട് നെറ്റ്വർക്കുകൾ ഒന്നിച്ചാണല്ലോ ഞങ്ങളിത് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് കിട്ടിയൊരു ഫീഡ്ബാക്കാണത്. അപ്പോൾ അങ്ങനെ കിടക്കുന്ന ആളുകളിൽ കുറേ ആളുകളുടെ ഫോട്ടോയും വീഡിയോസും എടുത്ത് അടുത്ത പാർലമെൻറ്റ് സെഷൻ്റെ സമയത്ത് ഒരു എക്സിബിഷൻ ഡൽഹിയിൽ നടത്താനും ആ എക്സിബിഷൻ വന്നു കാണാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരോടും എല്ലാ MP-മാരോടും ഞങ്ങൾ പേഴ്സണലായിട്ട് ആവശ്യപ്പെടും. നിങ്ങൾ വന്ന് കാണുക. നമ്മുടെ രാജ്യത്ത് അവനവൻ്റെ കുറ്റം കൊണ്ടല്ലാതെ കൊല്ലപ്പെടുകയും ഇത്തരത്തിൽ നരകയാതന അനുഭവിച്ച് ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ നിങ്ങളൊന്ന് കാണണം. ഇതിന് പരിഹാരം ഉണ്ടാവണോ വേണ്ടോ നിങ്ങൾ തീരുമാനിക്കണം. അപ്പം ഒരു എക്സിബിഷനാണ് ഇനി ഞങ്ങളുടെ അടുത്ത പ്ലാൻ. അടുത്ത പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ സമയത്താണ്. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാവാതെ നിവൃത്തിയില്ല. ശാശ്വത പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഭരണകൂടം തന്നെ തീരുമാനിക്കണം. ഭരണകൂടത്തിൻ്റെ തീരുമാനങ്ങളിൽ സ്വാധീനിക്കാനോ സമ്മർദ്ദം ചെലുത്താനോ സാധിക്കുന്നവരെല്ലാവരും അതിന് മുൻകൈയെടുക്കുകയും വേണം. പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നതിന് അവരുടെ ഭാഗത്തുനിന്നുള്ള നിർദ്ദേശം അവർ വെക്കുകയും ചെയ്യുന്നത്. സൊല്യൂഷൻ അവർ പറയുന്നത് ന്യായം ഒന്നേ ഉള്ളൂ. ഇംപ്ലിമെൻറ്റ് പെസ ആക്ട്.
ഇംപ്ലിമെൻറ്റ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട്. വന്യജീവി സംരക്ഷണ നിയമത്തിൽ അടിസ്ഥാനപരമായ മാറ്റം വരുത്തണം. ആ മാറ്റത്തിന് ലോകത്തിൽ എല്ലായിടത്തും സ്വീകരിക്കപ്പെടുന്ന മാതൃകകളുണ്ട്. ഓസ്ട്രേലിയക്കാരനാണെങ്കിലും ശരി, അമേരിക്കക്കാരനാണെങ്കിലും ശരി, ലോകത്ത് പല രാജ്യങ്ങളും സ്വീകരിച്ചിട്ടുള്ള മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ ഈ രാജ്യവും സ്വീകരിച്ചുകൊണ്ട് ഇതിന് സൊല്യൂഷൻ ഉണ്ടാവണം. വന്യജീവി ആക്രമണ വിഷയം പറയുമ്പോഴൊക്കെ ഇടത്തരക്കാരൻ്റെയും മധ്യവർഗത്തിൻ്റെയും വരണ്യവർഗത്തിൻ്റെയും ഒക്കെ വിഷയമായിട്ടാണ് വരുന്നത്. അതല്ല, അതിനപ്പുറത്ത് ഗൗരവമായി കാണേണ്ടത് ഈ മനുഷ്യ സമൂഹത്തെ, ഈ ഗോത്ര സമൂഹത്തെ നിലനിർത്തുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം. ഒന്ന്, ദ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി അവർക്കതിലുണ്ടായിരിക്കണം. കാരണം ആ ഗോത്രം ഇല്ലാതായാൽ ഭൂമിയിൽ നിന്ന് ആ ഗോത്രം ഇല്ലാതാവുകയാണ്, ഈ ഭൂമുഖത്തുനിന്നവരില്ലാതാവുകയാണ്. അതുകൊണ്ട് 72 വന്യജീവി സംരക്ഷണ നിയമം പാസ്സാക്കുമ്പോൾ എടുത്ത അതേ പ്രയോറിറ്റി ഇന്ന് ഈ മനുഷ്യരെ സംരക്ഷിക്കാൻ, ഈ ഗോത്ര മനുഷ്യരെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് എടുക്കണം. അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഉണ്ടാവണം. ഞങ്ങൾ ഇൻ്റർനാഷണൽ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസിൻ്റെ ഓർഗനൈസേഷൻസിൻ്റെ അടുത്ത് ഇത് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ UN ഒന്നും വലിയ കാര്യമൊന്നുമില്ല സംഗതി, അല്ലെങ്കിൽ പോലും ഈ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസിൻ്റെ ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. അവർ ശ്രമിക്കും. അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പ്രഷർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. കാരണം അതിനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. എല്ലാ ആദിവാസിക്കും ഒരേക്കർ ഭൂമിക്ക് അവകാശമുണ്ടെന്ന് നിയമം പാസ്സാക്കിയ ഒരു സംസ്ഥാനത്ത് നമ്മൾ ഇരിക്കണമെന്ന് ഓർക്കണം. ഈ നാട്ടിൽ ജനിച്ച ഏതൊരു ആദിവാസിക്കും ജില്ലാ കളക്ടർ അടുത്ത് പോയി ചെന്നിട്ട് എനിക്ക് ഭൂമിയില്ല, എനിക്ക് എൻ്റെ ഒരേക്കർ ഭൂമി കൊണ്ടാ എന്ന് ചോദിക്കാനുള്ള അവകാശം ഈ രാജ്യത്ത് ഈ സംസ്ഥാന നിയമം പാസ്സാക്കിയിട്ടുള്ളതാണ്. ആ നാട്ടിലാണ്. വയനാട്ടിൽ 5000 ഏക്കർ ഭൂമി ഇപ്പം കൊടുക്കാനുണ്ടെന്നേ, കൊടുത്തേ പറ്റൂ, കൊടുക്കൂല. ഞാൻ പറഞ്ഞത് സുപ്രീം കോടതിയുടെ വിധിയും കേന്ദ്ര ഗവൺമെൻറ് അനുവാദവും കിട്ടിയ ഭൂമി 2016.88 ഹെക്ടർ 2001 മുതൽ കൊടുക്കാൻ പെൻഡിങ്ങാണ്. 20 കൊല്ലമായിട്ടും ഏതൊക്കെ ഭരണകൂടം മാറി മാറി വന്നാൽ എന്താ ഇവർക്കിത് കൊടുക്കില്ലാത്തത്? എൻ്റെ ചോദ്യം അതാ. അവർക്കിത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിലൊരു ജീവിതം കൊണ്ടു നടക്കില്ലേ? ഇവരുടേതായിരുന്ന ഭൂമി മുഴുവൻ വനംവകുപ്പിൻ്റെതായിട്ട് കെട്ടിയെടുത്ത് വെച്ചതാണ്. അവർക്ക് ഭൂമി അവരുടേതെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നില്ലായിരുന്നല്ലോ അവർ. അപ്പം ഇന്ന് ഈ കാലത്ത് അവർക്ക് അവകാശപ്പെട്ട ഭൂമിയെങ്കിലും കൊടുക്കുന്നതിന് എന്തിനാ മടിക്കുന്നത്? പിണറായി വിജയൻ എന്തിനത് മടിക്കേണ്ട കാര്യം? അയാളെപ്പോലെ ഒരു ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രി കമാൻഡ് ചെയ്തൂടെ? എന്തത് കൊടുക്കാതിരിക്കുന്നതിൽ ന്യായം ചോദിച്ചൂടെ? ഒരുപക്ഷെ ഈ ഭൂമി വിതരണം പോലും ഈ പറയുന്ന വന്യമൃഗങ്ങൾ കടന്നു കയറുന്നതിനുള്ള ഇപ്പോൾ കടന്നു കയറിക്കൊണ്ടിരിക്കുന്നതിന് ഒരു ചെറിയ തോതിലെങ്കിലും ഒരു പരിഹാരമാകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് സത്യം പറഞ്ഞത്. കാരണം വനാവകാശ നിയമവും സ്വയംഭരണമൊക്കെ നൽകുകയാണെങ്കിൽ ഈ വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പോലും സാധിക്കും അതുവഴി എന്ന് വേണം കരുതാൻ നമ്മൾ. ഞാൻ സംശയമില്ല അത്. അതായത് നിങ്ങൾ ഇപ്പോൾ ചെറിയ മല എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശം എന്ന് വിചാരിച്ചു. ആ ചെറിയ മല എന്ന് പറയുന്ന ഒരു ഊരിൽ 30-40 കുടുംബങ്ങളുണ്ട്. അവർക്ക് നെൽകൃഷി ഉണ്ടാവും, കുറച്ച് മറ്റെന്തെങ്കിലും കൃഷികളുണ്ടാവും, പച്ചക്കറി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അവരുടെ ആ ഊര് തീരുമാനിക്കും അവരുടെ കൃഷി സംരക്ഷിക്കാനും അവരുടെ ജീവിതം സംരക്ഷിക്കാനുള്ള പ്ലാനും പദ്ധതിയും. ആ തീരുമാനം നടപ്പാക്കി കൊടുക്കാൻ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇവർ. ഇതിന്ന് സംഭവിക്കുന്നത്, ഞാൻ കാടിനോട് ചേർന്ന് താമസിക്കുന്ന ഒരാളാണ്. എൻ്റെ കൃഷിയിടം ഞാൻ ആനയിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ടിരുന്നത് തേനീച്ചപ്പെട്ടി ചുറ്റും കെട്ടി തൂക്കിയിട്ടാണ് സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം എൻ്റെ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടി വലിയ ഈ തൂക്ക് ഫെൻസ് ഇട്ടിട്ടുണ്ട്. എത്രയോ ലക്ഷം റുപ്യ മുടക്കിയിട്ടുള്ള തൂക്ക് ഫെൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തൂക്ക് ഫെൻസ് ഉണ്ടാക്കിയ അന്ന് രാത്രി തന്നെ, തൂക്ക് ഫെൻസ് ഉണ്ടാക്കി ചാർജ് ചെയ്ത അന്ന് രാത്രി തന്നെ ആന വന്നിട്ട് ഒരു ഉണങ്ങിയ മരം എടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് എടുത്തിട്ടിട്ട് ക്രോസ് ചെയ്ത് പോന്നു. ഞാൻ പറയുന്നത്, ഇത് ഇങ്ങനെ ഒരു തൂക്ക് ഫെൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളത് അറിയുന്നത് ആകെ വനം വകുപ്പ് ഉദ്യോഗസ്ഥനും കരാറുകാരനും മാത്രമാണ്. ഇത് ഈ ഗ്രാമം അറിയുന്നില്ല, ഈ ഗ്രാമത്തിലെ മനുഷ്യരറിയുന്നില്ല. ആ മനുഷ്യരുമായിട്ട് ആലോചിച്ചോ ചർച്ച ചെയ്തോ അവരുടെ ഇൻപുട്സ് എന്തെങ്കിലും എടുത്തിട്ടുള്ളൊരു പ്ലാൻ അതിനകത്ത് ഉണ്ടാവുന്നില്ല. ഇത് കോൺട്രാക്ടറും
ഉദ്യോഗസ്ഥന്മാരും അവർക്ക് പദ്ധതികളും പ്ലാനുകളും ഉണ്ടായിക്കൊണ്ട് പോകാനായിട്ടുള്ള ഒരു സംഗതിയായിട്ട് മാത്രം പോവാണ്. നേരെ മറിച്ച് വനാവകാശ നിയമം അനുസരിച്ച് അത് നടക്കില്ല. ഈ ഊര് തീരുമാനിക്കാതെ ആ ഊരിൽ നിങ്ങൾക്ക് ഒരു വികസന പ്രവർത്തനം നടത്താൻ പറ്റില്ല. ഇന്നത് വേണ്ടാന്ന് ഊര് തീരുമാനിച്ചാൽ ഇവർക്ക് നടപ്പാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വനാവകാശ നിയമം ഇവർ നടപ്പാക്കാൻ തയ്യാറാവില്ല. ഇത് പവറാണ് പ്രശ്നം, ഭൂമിയുടെ അവകാശമല്ല. അതിനപ്പുറത്തേക്കുള്ള അധികാരമാണ് പ്രശ്നം. റൈറ്റ്. എന്തായാലും നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് വന്യമൃഗങ്ങൾ കടന്നു കയറുന്നു, അവരുടെ ആക്രമണത്തിൽ മനുഷ്യജീവൻ നഷ്ടമാകുന്നു, അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകളോടെ ജീവിക്കാൻ മനുഷ്യർ വിധിക്കപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ട്. പക്ഷേ അവിടെ നമ്മൾ സവിശേഷമായി ശ്രദ്ധിക്കാത്തൊരു കാര്യത്തിലേക്കാണ് ഒരുപക്ഷെ പി ടി ജോൺ നമ്മളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത്, ജീവൻ നഷ്ടമാകുന്നത് ഗോത്രവിഭാഗത്തിലോ ദളിത് വിഭാഗത്തിലോ ഒക്കെ പെടുന്ന ആളുകൾക്കാണ്. അവരുടെ വിഭവങ്ങൾ ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെടുന്നതിന് യാതൊരു കണക്കും ഒരുപക്ഷെ പുറത്തേക്ക് ലഭിക്കാറുമില്ല. അപ്പോൾ ഇത് ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് എന്ന് തന്നെ നമുക്ക് നിശ്ചയമായും ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.